പ്രിയമുള്ളവരെ, പറയാനുള്ളതിൽ ഇന്ന് എസൻസ് ഗ്ലോബലിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ചില പ്രചാരണങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മാർച്ച് 11 എസൻസ് ഗ്ലോബലിൻ്റെ ആഭിമുഖ്യത്തിൽ മനുഷ്യൻ ധാർമ്മിക ജീവിയോ എന്ന ശീർഷകത്തിൽ സി രവിചന്ദ്രനും ഞാനും തമ്മിലുള്ള സംവാദം കോഴിക്കോട് വെച്ച് നടന്നത്. ആ സംവാദത്തിൽ ഞാൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവ വിശ്വാസത്തിൻ്റെ ബോധത്തിൻ്റെ അഭാവത്തിൽ മനുഷ്യൻ്റെ ധാർമ്മികത ഒരു തത്വം എന്ന നിലക്ക് നിലനിൽക്കുകയില്ല എന്നതാണ്. അതിന് ഒന്നിലധികം അല്ലെങ്കിൽ കുറേ ഉദാഹരണങ്ങൾ എൻ്റെ അവതരണത്തിലും സംവാദത്തിൻ്റെ പല ഘട്ടങ്ങളിലുമായി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഗോഡ് ഈസ് ഡെഡ് എന്ന് പറഞ്ഞ നീഷെ തന്നെയാണ് മനുഷ്യൻ മരിച്ചിരിക്കുന്നു, ഇനി ദൈവം മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ നീഷെയാണ് ഇനി ഉള്ളത് അതിമാനുഷ്യരാണ്, സാധാരണ മനുഷ്യർ അല്ലെങ്കിൽ ദുർബലരായ മനുഷ്യർ. ആ അതിമാനുഷ്യർക്ക്, സൂപ്പർമാൻ, അവർക്ക് ചവിട്ടി കടന്നു പോകാനുള്ള വഴികൾ മാത്രമാണ്, പടവുകൾ മാത്രമാണ് എന്ന് പറഞ്ഞത്. അതേപോലെ അമേരിക്കയിലെ ചില ഫെമിനിസ്റ്റുകൾ അല്ലെങ്കിൽ യുക്തിവാദ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച ചില സ്ത്രീകൾ അത്തരം പ്രസ്ഥാനങ്ങളിൽ നിന്ന്, അവരുടെ പ്രവർത്തകരിൽ നിന്ന്, അവരുടെ പ്രവർത്തന പഥങ്ങളിൽ നിന്ന്, കൺവെൻഷനുകളിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച്, പീഡനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് കേവലമായ ലൈംഗികാതിക്രമങ്ങളല്ല, മറിച്ച് അതിനാശയത്തിൻ്റെ പിൻഫലമുണ്ട് എന്ന് ഈ സ്ത്രീകളായ സാമൂഹിക പ്രവർത്തകർ അന്നേ ചൂണ്ടിക്കാണിച്ചിരുന്നു. സോഷ്യൽ ഡാർവിനിസമാണ് അതിൻ്റെ അടിത്തറ. ഈ എത്തീസ്റ്റുകൾ സ്ത്രീകളുടെ മേൽ ലൈംഗികാതിക്രമങ്ങൾ നടത്തുമ്പോൾ അത് ഞങ്ങളുടെ അവകാശമാണെന്നും അത് അനുഭവിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന ഒരു ആശയത്തിൻ്റെ അടിത്തറയിലാണ് ഈ അതിക്രമങ്ങൾ നടത്തിയിരുന്നത് എന്നും സംവാദത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതേപോലെ നിയോ എത്തീസ്റ്റുകളുടെ 4 കുതിരക്കാരിൽ പ്രധാനിയായ സാം ഹാരിസ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ പിന്തുണക്കാരിൽ ഒരാളാണ്. സാം ഹാരിസ് അമേരിക്കയെ അനുകൂലിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ പരാമർശങ്ങളും അന്ന് ഉദ്ധരിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, ചില വിശ്വാസങ്ങൾ അങ്ങേയറ്റം അപകടകരമാണ്, ചില മനുഷ്യർ അല്ലെങ്കിൽ ചില ആളുകൾ അതിൽ വിശ്വസിക്കുന്നു എന്ന കാരണത്താൽ തന്നെ അവർ ആക്രമിക്കപ്പെടേണ്ടവരും കൊല്ലപ്പെടേണ്ടവരുമാണ്. ഇത് നിങ്ങൾക്ക് അതിശയകരമായി തോന്നാം, പക്ഷേ പരിഷ്കൃത ലോകത്തിൻ്റെ നിലനിൽപ്പിന് ഇത് ആവശ്യമാണ്. കാരണം ഇത് അടിസ്ഥാനപരമായി ആശയങ്ങളുടെ സംഘർഷമാണ് എന്ന സാമുവൽ ഹണ്ടിങ്ടൻ്റെ ക്ലാഷ് ഓഫ് സിവിലൈസേഷനെ അനുസ്മരിപ്പിക്കുന്ന, അതിനേക്കാൾ അഗ്രസീവായ, അതിനേക്കാൾ അപകടകരമായ രീതിയിലുള്ള സാം ഹാരിസിൻ്റെ പ്രസ്താവന അന്ന് ഉദ്ധരിച്ചിരുന്നു. അതേപോലെ സംവരണത്തിനെതിരായി സി രവിചന്ദ്രൻ തന്നെ എടുത്ത നിലപാടുകളും അന്ന് സംവാദത്തിൽ ഉന്നയിച്ചിരുന്നു. അതേപോലെ സംഘപരിവാറിന് അനുകൂലമായി രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള നവനാസ്തികർ, കേരളത്തിലെ നവനാസ്തികർ ഉന്നയിക്കുന്ന അവരുടെ രാഷ്ട്രീയ നിലപാടുകളും അനാവരണം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ആ കൂട്ടത്തിൽ അന്ന് പറയണമെന്ന് ഉദ്ദേശിച്ചതും എന്നാൽ പരിമിതികൾ ഉള്ളതുകൊണ്ടും സംവാദത്തിലെ എതിർ സംവാദകൻ്റെ വാദങ്ങൾക്ക് മറുപടി പറയുക എന്ന ഉത്തരവാദിത്വം കൂടി ഉള്ളതുകൊണ്ടും പറയാൻ കരുതി വെച്ചിട്ട് പറയാൻ കഴിയാതെ പോയ ഒരു കാര്യമായിരുന്നു നവനാസ്തികർ പൊതുവിലും അന്ന് എൻ്റെ മറുസംവാദകനായ ശ്രീ സി രവിചന്ദ്രൻ സവിശേഷമായും ഇസ്രായേലിന് അനുകൂലമായി എടുക്കുന്ന നിലപാടുകൾ. മൊത്തത്തിൽ നവനാസ്തികതയെക്കുറിച്ച് നോം ചോംസ്കി പറയുന്നുണ്ട്, ഇത് ഒരു റിലീജിയസ് ഫനാറ്റിസമാണ്, ഹു വർഷിപ്പ് ദി സ്റ്റേറ്റ് ഓഫ് USS എന്ന് ചോംസ്കി പറയുന്നുണ്ട്. ഈ ഉദ്ധരണിയും അന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വത്തെ ഉപാസിക്കുന്ന, ആരാധിക്കുന്ന ഒരുതരം മതഭ്രാന്തന്മാരാണ് ഇവരെന്നാണ് ചോംസ്കി പറഞ്ഞത്.
ഇതിൻ്റെ എല്ലാം ആകസാരം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് അനുകൂലമായ നിലപാടാണെങ്കിലും ഇന്ത്യയിലെ സംഘപരിവാറിന് അനുകൂലമായ നിലപാടാണെങ്കിലും സംവരണ വിരുദ്ധ നിലപാടാണെങ്കിലും മുസ്ലിങ്ങൾക്കെതിരായ വംശീയ നിലപാടുകളായാലും അതേപോലെ മാർക്കറ്റ് ഫണ്ടമെന്റലിസം, പെരാറ്റ തിയറി ഒക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ പറയുന്ന അങ്ങേയറ്റത്തെ മുതലാളിത്ത വാദങ്ങളായാലും ഇതിൻ്റെ എല്ലാം ആകസാരം എന്ന് പറയുന്നത് ശക്തരുടെ കൂടെ നിൽക്കുക എന്നതാണ്. അതിനപ്പുറത്ത് ഇതിന് രാഷ്ട്രീയമോ ധാർമ്മികമോ ദാർശനികമോ ആയ ഒരു അടിത്തറയുമില്ല. ശക്തിയാണ് സത്യം എന്നതാണ് ഇതിൻ്റെ ദർശനം. ഇത് യുക്തിവാദത്തിൽ സംഭവിക്കാവുന്ന വളരെ സ്വാഭാവികമായ പരിണതിയാണ്. ഇങ്ങനെയല്ലാത്ത യുക്തിവാദികളുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ യുക്തിവാദത്തിന് സ്വാഭാവികമായും ആയിത്തീരാൻ കഴിയുന്ന അവസ്ഥ നവനാസ്തികർ, എസൻസ് ഗ്ലോബൽ, രവിചന്ദ്രൻ സി ഒക്കെ പ്രതിനിധീകരിക്കുന്ന ഈ അവസ്ഥാവിശേഷമാണ്. മറ്റുള്ളവർ എന്തുകൊണ്ട് അങ്ങനെ ആവാതിരിക്കുന്നു എന്നത് ഞാൻ എൻ്റെ ഈ അവതരണത്തിൻ്റെ അവസാനത്തിൽ പറയാം. കാരണം എന്താണ് യുക്തിവാദം? അവർ യുക്തിവാദമല്ല, നിരീശ്വരവാദമാണ്. എന്താണ് നിരീശ്വരവാദം? അതിൻ്റെ ഒരു ദാർശനികാടിത്തറ എന്താണ്? നിരീശ്വരവാദത്തിൻ്റെ പ്രത്യക്ഷം എന്ന് പറയുന്നത് മതങ്ങൾക്കെതിരായ, ഇപ്പോൾ സവിശേഷമായി ഇസ്ലാമിനെതിരായ കടന്നാക്രമണമാണ്. പക്ഷേ അതിൻ്റെ ഫിലോസഫിക്കലായ അടിത്തറ എന്താണ്? ആ അടിത്തറ ശാസ്ത്രം മാത്രമാണ് സത്യത്തിൻ്റെ, അറിവിൻ്റെ ഏക സ്രോതസ് എന്നതാണ്. ഇത് രവിചന്ദ്രൻ തന്നെ ഷുഹൈബുൽ ഹൈത്തമിയുമായി കോഴിക്കോട് തന്നെ നടത്തിയ സംവാദത്തിൽ അദ്ദേഹം മാനവികതയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഫിലോസഫിയുടെ പല കാര്യങ്ങളും ഉന്നയിച്ചും ഉദ്ധരിച്ചും സംസാരിച്ചപ്പോൾ രവീന്ദ്രൻ സി പറയുന്നുണ്ട്, ഫിലോസഫി ഒന്നും ഇവിടെ പറയണ്ട, ഇവിടെ സയൻസ് പറഞ്ഞാൽ മതി എന്നതാണ്. അപ്പോൾ ശാസ്ത്രം മാത്രമാണ് അറിവിൻ്റെ ഏക സ്രോതസ് എങ്കിൽ അങ്ങനെ ഒരു കൂട്ടർ വിശ്വസിച്ചാൽ അവർ നവനാസ്തികരുടെ ആശയ പാപ്പരത്വത്തിൽ അല്ലെങ്കിൽ ആ അധപ്പതനത്തിൽ, ആ മാനവിക വിരുദ്ധതയിലാണ് എത്തിച്ചേരുക എന്നത് വളരെ സ്വാഭാവികമാണ്. ഒരു ശക്തൻ ദുർബലനെ ഇടിച്ച് താഴെയിടുന്നു. ഇത് വളരെ ശാസ്ത്രീയമാണ്. ശാസ്ത്രീയമായതുകൊണ്ടാണ് അത് പോസിബിൾ ആകുന്നത്, സാധ്യമാകുന്നത്. ശാസ്ത്രീയമല്ലായിരുന്നുവെങ്കിൽ അത് സാധ്യമാവുകയില്ല. ശക്തന് ശക്തിയുള്ളതുകൊണ്ട് ആ ശക്തിയെ പ്രതിരോധിക്കാൻ, അതിജീവിക്കാനുള്ള ശക്തി ദുർബലന് ഇല്ലാത്തത് കൊണ്ടാണ് ശക്തന് ദുർബലനെ ഇടിച്ച് താഴെയിടാൻ കഴിഞ്ഞത്. ഇത് വളരെ സയൻറ്റിഫിക്കാണ്. പക്ഷെ സയൻറ്റിഫിക്കായതെല്ലാം എത്തിക്കലല്ല, മോറലല്ല എന്നതാണ്. പക്ഷേ ശാസ്ത്രം മാത്രമാണ് അറിവിൻ്റെ സ്രോതസ്, ശരിതെറ്റുകളുടെ മാനദണ്ഡം എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശക്തൻ ദുർബലനെ ഇടിച്ച് താഴെയിടുമ്പോൾ അത് ഒരു ഫാക്റ്റ് മാത്രമല്ല, അതൊരു ധാർമ്മികമായ കാര്യം കൂടിയായി മാറുകയാണ്. ഇപ്പോൾ ഇസ്രായേൽ ലോകത്തിലെ വളരെ ശക്തമായ രാഷ്ട്രമാണ്, തർക്കമില്ല. അതിനേക്കാൾ ശക്തമായ രാഷ്ട്രമാണ് അമേരിക്ക. അമേരിക്കയുടെ ശക്തിയുടെ കൂടി പിൻഫലത്തിലാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ശക്തി, ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാഷിസത്തിൻ്റെ ശക്തി, ലോകത്തിലെ വംശീയ രാഷ്ട്രീയത്തിൻ്റെയും ഭരണകൂടങ്ങളുടെയും ശക്തി, വലതുപക്ഷത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് സാമ്പത്തികമായി മുതലാളിത്തത്തിൻ്റെ ശക്തി, ഇത് വളരെ യാഥാർത്ഥ്യമാണ്. ഈ ശക്തിയിലാണ് എത്തീസ്റ്റുകൾ വിശ്വസിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും മാനവികതയിലും മൂല്യങ്ങളിലും വിശ്വസിക്കാനുള്ള അടിത്തറ ഇല്ലാതായിത്തീരുന്നു. പിന്നീട് അവർ പ്രകൃതിയിലും മനുഷ്യൻ്റെ ശക്തിയിലും മാത്രം വിശ്വസിക്കുന്നവരായിട്ട് മാറുകയാണ്. ഇതാണ് ആ സംവാദത്തിൽ ഞാൻ ഉന്നയിച്ചിരുന്ന കാര്യം. അതിന് നേരത്തെ പറഞ്ഞ പല തെളിവുകൾ പറഞ്ഞ കൂട്ടത്തിൽ ഇസ്രായേലിന് അനുകൂലമായ തെളിവ് അന്ന് പറയാൻ സാധിച്ചിരുന്നില്ല. എസൻസ് ഗ്ലോബലിൻ്റെ പുതിയ സംസ്ഥാന സമ്മേളനത്തിൻ്റെയും അതിനുവേണ്ടി ഫലസ്തീൻ പ്രശ്നം കത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ ലോകം മുഴുവൻ, ലോകത്തിലുള്ള മാനവികതയിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരും ഫലസ്തീൻ കോസിനൊപ്പം നിൽക്കുന്ന സന്ദർഭത്തിലും ഇസ്രായേലിന് അനുകൂലമായി വലിയ പ്രചാരണങ്ങൾ എസൻസ് ഗ്ലോബലും രവിചന്ദ്രൻ സിയും നവനാസ്തികരുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ നവനാസ്തികരുടെ അടിസ്ഥാനം ശക്തിയെ പിന്തുണക്കുക എന്നതിൻ്റെ അന്നുന്നയിക്കാത്ത മറ്റൊരു തെളിവ്, മറ്റൊരു ദൃഷ്ടാന്തം കൂടി സമൂഹത്തിൻ്റെ മുമ്പാകെ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ രവീന്ദ്രൻ സി പറയുന്ന വാദങ്ങളുടെ വസ്തുതാവിരുദ്ധതകൾ ഇതിനു മുമ്പ് തന്നെ ധാരാളം ആളുകൾ
വീഡിയോകളിൽ, എഴുത്തുകളിൽ ഒക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ തന്നെ അനാവരണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. രവീന്ദ്രൻ പറയുന്നൊരു കാര്യം, ഇസ്രായേൽ വംശഹത്യ, ജനോസൈഡ് നടത്തിയിട്ടില്ല. ജനോസൈഡ് നടത്തിയത് ഹമാസാണ് എന്നതാണ്. ഈ തെളിവുകൾ നയിക്കട്ടെ എന്നാണ് എത്തീസ്റ്റുകൾ പൊതുവിലും നവനാസ്തികർ സവിശേഷമായിട്ടും പറയാറുള്ളത്. ഇതിൻ്റെ തെളിവുകൾ പരിശോധിച്ചാൽ ഹമാസ് നടത്തിയത് ജനോസൈഡാണ് എന്ന ഒരു ആരോപണം ഇസ്രായേൽ പോലും ഉന്നയിച്ചിട്ടില്ല. ലോകത്തിലെ വ്യത്യസ്തങ്ങളായ ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്ന ഏജൻസികൾ, ജനോസൈഡിനെ കുറിച്ച് പഠിക്കുന്ന ആധികാരികതയുള്ള റെപ്യൂട്ടഡ് ആയ ഒരുപാട് ഏജൻസികൾ ലോകത്തുണ്ട്. ഈ ജനോസൈഡ് എന്ന് പറയുന്നത് ആർക്കും എന്തിനെക്കുറിച്ചും അങ്ങനെ വെറും വായിൽ പറയാവുന്ന ഒരു കാര്യമല്ല. അതിന് നിശ്ചയിക്കപ്പെട്ട ക്രൈറ്റീരിയകൾ, മാനദണ്ഡങ്ങളുണ്ട്. ഇതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ ലോകത്താരും അത്തരമൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. അത് ലോകത്താദ്യമായി ഉന്നയിക്കുന്നത് കേരളത്തിലെ നവനാസ്തികർ ആയിരിക്കും. ഹമാസ് ഇസ്രായേലിൽ ഒക്ടോബർ 7 നടത്തിയ ആക്രമണം ശരിയാണോ തെറ്റാണോ, ഇതിൽ തീർച്ചയായും ഡിബേറ്റ് ഉണ്ട്. ഒരു രാഷ്ട്രീയ വിഷയം എന്ന നിലക്ക് അതിൽ വ്യത്യസ്താഭിപ്രായങ്ങൾ ലോകത്ത് ഉണ്ട്. ഫലസ്തീൻ പ്രശ്നത്തെ പിന്തുണക്കുന്ന, ഇപ്പോൾ ഫലസ്തീൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളിൽ തന്നെ ഹമാസ് നടത്തിയ ആക്രമണം തെറ്റാണ് എന്ന് കരുതുന്നവരും പറയുന്നവരുമുണ്ട്. പക്ഷെ അവരും ഇതൊരു വംശഹത്യയാണ് എന്ന് അഭിപ്രായപ്പെടുന്നവർ അല്ല. രാഷ്ട്രീയ രംഗത്ത് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ, പ്രത്യേകിച്ച് അധിനിവേശ ശക്തികൾക്കെതിരെ സായുധമായ ആക്രമണങ്ങൾ നടത്തുക എന്നത് ലോകത്ത് പരിചിതമായ ഒരു കാര്യമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ധാര ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ബ്രിട്ടീഷുകാർക്കെതിരായ വംശഹത്യയാണ് എന്ന് ലോകത്ത് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. എല്ലാ ആക്രമണങ്ങളും വംശഹത്യയല്ല. വംശഹത്യ എന്ന് പറയുന്നത്, ജനോസൈഡ് എന്ന് പറയുന്നത് സവിശേഷമായ ആക്രമണങ്ങളാണ് എന്ന് അത്തരത്തിലുള്ള രാഷ്ട്രീയ ബോധങ്ങളോ മാനവിക ബോധമോ ഒന്നും കൈവശമുള്ളവരല്ല നവനാസ്തികർ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ പക്ഷത്ത് നിൽക്കുക. ഇതിൽ രസകരമായൊരു കാര്യം, തെളിവുകൾ നയിക്കട്ടെ എന്ന് പറയുന്നവർക്ക് തെളിവ് ബാധകമല്ല എന്നത് ഞാൻ സൂചിപ്പിച്ചു. അതുപോലെ അവരുടെ തന്നെ അടിസ്ഥാനങ്ങൾക്കെതിരായ നിലപാടുകൾ അവർ സ്വീകരിക്കും. ഇപ്പോൾ ഇസ്രായേൽ ഒരു മത അടിത്തറയിലുള്ള രാഷ്ട്രമാണ്. മതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നവർക്ക് ഇസ്രായേലിൻ്റെ മതം പ്രശ്നമേ അല്ല. എന്നല്ല, ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിൽ കുറെ കൂടി സെക്കുലറായ കോസ് ഉന്നയിക്കുന്നത് ഫലസ്തീനികളാണ്. ഞങ്ങളുടെ ജന്മനാട് എന്ന് പറയുന്ന ഒരു കോസാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. മറുഭാഗത്ത് ഇസ്രായേൽ വേദ പുസ്തകത്തിലെ വാഗ്ദത്ത ഭൂമി എന്ന് പറയുന്ന കുറെ കൂടി റിലീജിയസ് ആയ ഒരു കാര്യത്തെ മുന്നോട്ട് വെക്കുന്നവരാണ്. പക്ഷെ ഇതൊന്നും നവനാസ്തികരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. കാരണം രണ്ടാണ്. ഒന്ന്, അവർ നോം ചോംസ്കി പറഞ്ഞതുപോലെ അവർ ശക്തിയെ ഉപാസിക്കുന്നവരാണ്. ശക്തിയുടെ രാഷ്ട്രീയത്തെ പിന്തുണക്കുന്ന ആളുകളാണ്. ദൈവമില്ലാതായി തീരുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണത്. അങ്ങനെ അല്ലാത്ത നാസ്തികരുണ്ട്. അതിൻ്റെ കാരണം നാസ്തികതക്ക് സ്വയം ഒരു നിലനിൽപ്പില്ല. നാസ്തികത ഒരു നിഷേധാത്മക പ്രസ്ഥാനമാണ്. ദൈവമില്ല, മതമില്ല, ഇല്ല ഇല്ല എന്ന് പറയലാണ് ആകെ കൂടിയത്. എന്തോ ഒന്ന് ഉണ്ട് എന്ന് പറയലല്ല നാസ്തികത. അപ്പൊ സ്വാഭാവികമായും ഈ ഉണ്ട് എന്ന് പറയുന്ന ആവശ്യത്തിന് വേണ്ടി മനുഷ്യന് ഇല്ല എന്നതുകൊണ്ട് മാത്രം ജീവിക്കാൻ കഴിയില്ല. അവന് ചിലത് ഉണ്ട് എന്നുകൂടി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയേ ജീവിക്കാൻ കഴിയുകയുള്ളൂ, വ്യക്തിപരമായും സാമൂഹികമായും രാഷ്ട്രീയമായും എല്ലാം. അപ്പോൾ ഈ ഉണ്ട് എന്ന ആവശ്യത്തിന് വേണ്ടി അവർക്ക് എന്തോ ഒന്നിൻ്റെ കൂടെ ചാരി നിൽക്കേണ്ടി വരും. അതിൽ നവനാസ്തികർ എത്തീസത്തോടെ അന്തരാത്മാവിനോട്, അന്തസത്തയോട്, അതിൻ്റെ സ്പിരിറ്റിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന എല്ലാതരം വലതുപക്ഷത്തോടും ചേർന്ന് നിൽക്കുമ്പോൾ, അങ്ങനെ അല്ലാതെ കുറെ കൂടി മാനവികവും ഒക്കെയായ ധാരകളോട്, രാഷ്ട്രീയങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കുന്നവരും എത്തീസ്റ്റുകളിലുണ്ട്. സ്വാഭാവികമായും അവരുടെ എത്തീസത്തിൻ്റെ ഭാഗമായല്ല, അവർ ചാരി നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന മറ്റു ചില വിമോചനാത്മകമായ രാഷ്ട്രീയങ്ങൾ, അതിന് പല പരിമിതികളും ഉണ്ടാകാം. പക്ഷേ കുറെ കൂടി മാനവികതയുള്ള രാഷ്ട്രീയങ്ങളുടെ ഭാഗമായിട്ടാണ് അവർ ഫലസ്തീൻ കോസിനെ പിന്തുണക്കുന്നത്. അല്ലാതെ അത് എത്തീസത്തിൻ്റെ ഭാഗമായല്ല. എത്തീസത്തിൻ്റേത് മാത്രമായ ഒരു യുക്തിയിൽ നിന്ന് ആലോചിച്ചാൽ ആർക്കാണോ ശക്തിയുള്ളത് ആ ശക്തിയെ പിന്തുണക്കുക എന്നതാണ് ലഭിക്കുക. അതുകൊണ്ടാണ് എസൻസ് ഗ്ലോബൽ, അതേപോലെ നവനാസ്തികർ, സി രവിചന്ദ്രൻ ഇവരെല്ലാവരും സംവരണത്തിനെതിരെ, അതേപോലെ ഇസ്ലാമോഫോബിയക്ക് അനുകൂലമായി, അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് അനുകൂലമായി, ഇസ്രായേലിന് അനുകൂലമായി, സംഘപരിവാറിന് അനുകൂലമായി, മാർക്കറ്റ് ഫണ്ടമെന്റലിസത്തിനും അഗ്രസീവായ മുതലാളിത്തത്തിനും ഒക്കെ അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവമില്ലാതായി തീരുമ്പോൾ മനുഷ്യർക്ക് സംഭവിക്കുന്ന സ്വാഭാവികമായ പരിണിതിയാണിത്. ദൈവം മരിക്കുമ്പോൾ കുറച്ചു കഴിയുമ്പോൾ മനുഷ്യരും മരിക്കുന്നു, മാനവികതയും മരിക്കുന്നു എന്നുള്ളതാണ്. മാനവികത നിലനിൽക്കണമെങ്കിൽ അതിനു മുകളിൽ ദൈവം നിലനിൽക്കേണ്ടതുണ്ട് എന്ന പാഠമാണ് എല്ലാവർക്കും ഇത് നൽകുന്നത്.